ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ചേർത്തുകൊണ്ടൊരു മോര് കറിയാണ്. ക്യാരറ്റിനോടൊപ്പം ഒരു ക്യാപ്സിക്കവും കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്. ഈ അരപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ, ജീരകം, ഒരു പച്ചമുളകാണ്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചേക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ഇത്രയും നീളത്തിന് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചട്ടിയിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പം ആദ്യം കാണിച്ച പച്ചക്കറി മുഴുവനായി എടുത്തിട്ടില്ല. കറിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവിക്കാൻ എത്ര വെള്ളം ആവശ്യമുണ്ട് അത് കണക്കാക്കി ഒഴിച്ചു കൊടുക്കണം. ക്യാരറ്റെല്ലാം പകുതി വെന്ത് വരുമ്പോൾ നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കറിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കറിയൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. ക്യാരറ്റൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ക്യാരറ്റെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളി ഉള്ള മോരാണ്. നല്ല പുളിയുള്ള മോരാണ് ചേർത്ത് കൊടുക്കാൻ. ക്യാരറ്റിന് ചെറിയ മധുരമുള്ളത് കൊണ്ട് പുളിയുള്ള മോര് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മോര് ചേർത്താൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. അതിനുശേഷം പിന്നെ അടുപ്പിൽ വെക്കേണ്ടതില്ല. ഉടൻ തന്നെ നമുക്ക് ചട്ടി താഴെ ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് കടുകെല്ലാം താളിച്ചിടാം. ഞാനിപ്പോൾ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, കടുക്, കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് താളിച്ചിടാം. ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാറും അല്ലെങ്കിൽ ഏതെങ്കിലും മെഴുക്ക് വരട്ടിയോ എന്തെങ്കിലും ഫ്രൈ ചെയ്തോ വെച്ച് കഴിക്കാവുന്നതാണ്. നമ്മുടെ ക്യാരറ്റ് മോര് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.